ത്വരീഖത്തിന് പറ്റുന്ന നല്ല ഷെയ്ഖ് ഉണ്ടായിരിക്കാൻ വളരെ അനിവാര്യമാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ തൻ്റെ ശിഷ്യന്റെ, തൻ്റെ മുരീദിന്റെ ഹൃദയം വായിച്ചുകൊണ്ട് വല്ല തെറ്റിലേക്കും പോകുമ്പോൾ ആ സമയത്ത് മുരീദിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഷെയ്ഖന്മാരിന്നുണ്ടോ എന്നുള്ളത് പണ്ഡിത ലോകത്ത് ചർച്ചയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ ജീവിക്കുക, ശരീഅത്ത് നമ്മൾ ദീന് പഠിക്കുക, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അങ്ങനെ അതിൽ ഉറച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിച്ചു കഴിയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉയർച്ച തരും. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി സൂഫിയാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ്, അവർക്കെല്ലാവർക്കും ഓരോ ത്വരീഖുകൾ ഉണ്ടായിരുന്നു, ഓരോ മാർഗങ്ങൾ ഉണ്ടായിരുന്നു സൂഫിയാക്കൾക്ക്. വലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ് എന്താണ്? ഓരോ സൂഫിയും അവർക്കിഷ്ടമുള്ള, അവർക്ക് ഏറ്റവും അനുഗുണമായി തോന്നുന്ന മാർഗമാണ് തിരഞ്ഞെടുക്കുക. മുഹീദ്ദീൻ ഷേഖിൻ്റെത് ഒരു മാർഗമാണ്, റിഫായി ഷേഖിന്റെ വേറൊരു മാർഗമാണ്. നമുക്കറിയാമല്ലോ റിഫായി ഷേഖിന്റെ ചരിത്രം. കുഷ്ഠരോഗം വന്ന പട്ടിയെ ചികിത്സിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് വളരെ ജനകീയനായിക്കൊണ്ട് ജനങ്ങൾക്ക് ഉള്ളിലിറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ച് അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനം കരസ്ഥമാക്കിയ മഹാനാണ് റിഫായി ഷേഖ്. അതേ സമയത്ത് മുഴുവൻ സമയവും കാലങ്ങളോളം, വർഷങ്ങളോളം ഒരേ ഇബാദത്തിൽ ഇങ്ങനെ മുഴുവൻ സമയവും ഇബാദത്തിൽ കഴിച്ചുകൂട്ടി ഖുർആനും പാരായണവും നിസ്കാരവും അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗം സൂഫിയാക്കളുണ്ട്. അങ്ങനെ സൂഫിയാക്കളുടെ ലോകത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രാപിക്കാൻ വേണ്ടി അവർ പല മാർഗങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. മഹത്തുക്കളായ ആളുകൾ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടി പല മാർഗങ്ങളും തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് അനുഗുണമാവുന്ന തോന്നുന്ന, നമുക്ക് ഏറ്റവും ചെയ്യാൻ, എൻ്റെ ഒരു ഏരിയ എന്ന് എനിക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്നതെന്ന് തോന്നുന്ന ഇബാദത്തുകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മാർഗം. ഒരിക്കൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചല്ലോ, നബിയെ, വിശുദ്ധ ഇസ്ലാമിൽ ഇബാദത്തുകൾ ധാരാളമുണ്ട്. ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഏത് അമലിനെയാണ് എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിക്കേണ്ടത്? കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ട ഇബാദത്ത് ഏതാണ്? ആ സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് ദിക്റുല്ലാഹി മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റിനെ വർദ്ധിപ്പിക്കുക എന്നതാണ് ആ സ്വഹാബിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. മറ്റു ചില ഹദീസുകളിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ വലിയ മഹത്വമുള്ള കാര്യമായിട്ട് പരാമർശിച്ചത് കാണാം. അങ്ങനെ നമുക്ക് ഏറ്റവും ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണോ ആ രൂപത്തിലുള്ള ഇബാദത്തുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട AP ഉസ്താദ് CM വലിയുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അടുത്ത് ചെന്ന സമയത്ത്, എനിക്ക് നിങ്ങളുടെ ഈ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ എന്നെ കൂട്ടണം എന്ന് ചോദിച്ച സമയത്ത് CM വലിയുല്ലാഹി പ്രതികരിച്ചു അത്രേ, ഇല്ല, ഈ മാർഗം, ഇത് എൻ്റെ വഴി, നിങ്ങൾക്ക് വേറെ വഴിയുണ്ട്. നിങ്ങൾ പള്ളി ഉണ്ടാക്കുക, മദ്രസ ഉണ്ടാക്കുക, ജനങ്ങൾക്ക് ജനകീയമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടേതായ ഡ്യൂട്ടി ഉണ്ട്, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടുക, അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ വലിയ വലിയ ഇമാമുമാര്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള മഹാനാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇങ്ങനെ തുടങ്ങി പണ്ഡിത ലോകത്ത് പ്രകാശ ബിംബങ്ങളായി, വളരെ പ്രകാശ ഗോപുരങ്ങളായി നിലനിന്നിരുന്ന വലിയ പണ്ഡിത ലോകത്തെ വലിയ ഇമാമുമാരെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഇവരുടെയൊന്നും വലിയ വലിയ കറാമത്തുകളൊന്നും നമുക്കറിയില്ല.
ഇവരൊന്നും അത്ര സൂഫിയാക്കളായിട്ട് അങ്ങനെ ലോകത്ത് അറിയപ്പെട്ട ആളുകളല്ല. അവരൊക്കെ ഇൽമിന്റെ പേരിൽ അറിയപ്പെട്ട ആളുകളാണ്. അതേസമയം അവരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ചില ആലിമീങ്ങൾ കുറിച്ചു വെച്ചത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അവരൊന്നും അള്ളാഹുവിന്റെ ഔലിയാക്കൾ അല്ലെങ്കിൽ, എന്നാൽ അള്ളാഹുവിന് ഔലിയാക്കളില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ വലിയ സ്ഥാനത്തിന്റെ അർഹരാണ്. അവരുടെ കറാമത്ത് നോക്കിയിട്ടല്ല വലിയാണോ വലിയ മഹാനാണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. ഒരാൾ, ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സൂഫി, അദ്ദേഹം സൂഫിയാണ്, വലിയ മഹാനാണ് എന്ന് തീരുമാനിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിച്ച ആളുകൾ തിരിച്ചറിയേണ്ടത് അവരുടെ വലിയ വലിയ കറാമത്തുകളുടെ പേരിലല്ല. അദ്ദേഹത്തിന് കറാമത്തൊന്നും ഇല്ലല്ലോ എന്നുള്ളതല്ല. കറാമത്തല്ല ഒരു വലിയന്റെ മാനദണ്ഡം. അതേ സമയത്ത് ഒരു വലിയന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, വിശുദ്ധ ഖുർആനാണ്. തഖ്വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതം അങ്ങനെ ക്രമപ്പെടുത്തിയ മഹത്തുക്കളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായിട്ട് വളരുന്നത്. അപ്പോ തഖ്വയോടുകൂടെ ജീവിതം മുഴു സമയവും ഇബാദത്ത്, ആ ഇബാദത്ത് എന്ന് പറയുമ്പോൾ റൂമിനുള്ളിൽ അടച്ചിട്ടുകൊണ്ടുള്ള ഇബാദത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ജനങ്ങൾക്ക് സേവനം ചെയ്യലും അതുപോലെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടലും, ഞാൻ ചെയ്യേണ്ട എന്റെ ദൗത്യം എന്താണെന്ന് തോന്നുന്നത് അത്തരം കാര്യങ്ങളിൽ മുഴുകുകയും അങ്ങനെ നല്ല മനസ്സോടുകൂടെ ജീവിക്കുന്ന ആളുകളും വലിയ മഹത്തുക്കളാണ്. പണ്ട് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞുപോയ ഒരു പണ്ഡിതനെ കുറിച്ച്, കുറെ വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ ഒരു പണ്ഡിതനെ കുറിച്ച് നമ്മൾ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ട്. അവര് മക്കത്ത് ചെന്ന സമയത്ത് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്തു, പടച്ച റബ്ബേ എനിക്ക് ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ കാണിച്ചു തരണേ അല്ലാഹ്. എന്റെ ആത്മാവിനെ നന്മയിലേക്ക് നിയന്ത്രിക്കുന്ന, എന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ നീ എനിക്ക് തരണേ റഹ്മാനെ എന്ന് ദുആ ചെയ്ത അദ്ദേഹം അങ്ങനെ നാട്ടിലെത്തി. ഹജ്ജെല്ലാം കഴിഞ്ഞ് വന്ന് നാട്ടിൽ ഒരിക്കൽ ഇങ്ങനെ വഅദിനൊക്കെ പോകുന്ന വലിയൊരു പണ്ഡിതനാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോ വാഹനം ലഭിക്കാതെ രാത്രി സമയത്ത് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ഒരാൾ ഒരു ചൂട്ടും കത്തിച്ച് വരുന്നത് കണ്ടു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം കഅബയുടെ അടുത്ത് വെച്ചിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, എന്റെ കയ്യിലുള്ള ഈ തസ്ബീഹ് മാല അത് ഞാൻ എൻ്റെ ആ ഷെയ്ഖിനെ കൊടുക്കുകയുള്ളൂ, എന്റെ മുറബ്ബിയായ ഷെയ്ഖിനെ കാണിച്ചു തരണം, അദ്ദേഹത്തിനെ ഞാൻ ഇത് കൊടുക്കുകയുള്ളൂ. അങ്ങനെ തീരുമാനിച്ചതാണ്. അപ്പൊ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നു? ബസ് കിട്ടായിട്ടാണ്, വാഹനമില്ല, രാത്രിയാവാണ്, ഇനിയിപ്പോ എന്താ ചെയ്യാന്നറിയില്ല, എങ്കിൽ എന്റെ കൂടെ പോന്നോളൂ. അദ്ദേഹം അങ്ങനെ ആ മനുഷ്യനോടൊപ്പം നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള തസ്ബീഹ് മാല എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഈ നടന്നു പോകുന്ന ആൾ വളരെ നാടനായി അറിയപ്പെടുന്ന ആളാണ്. ഒരു പണ്ഡിതനായിട്ടോ അല്ലെങ്കിൽ വലിയൊരു സൂഫിയായിട്ടോ ജനങ്ങളുടെ മുന്നിലുള്ള ആളല്ല. അങ്ങനെ ആ തസ്ബീഹ് മാല ഈ വ്യക്തി ഈ പണ്ഡിതനിൽ നിന്നും ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് തരാൻ കഴിയില്ല, ഇത് ഞാൻ കഅബയുടെ അടുത്ത് വെച്ച് ദുആ ചെയ്തതാണ്, എനിക്കുള്ള മുറബ്ബിയായ ഷെയ്ഖിനെ ഞാൻ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞില്ല. ഇത് എനിക്ക് തരാൻ കഴിയില്ല എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഈ ഷെയ്ഖ് തിരിച്ചു ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ കഅബയുടെ അടുത്ത് വെച്ച് ദുആ ചെയ്തത്, മുറബ്ബിയായ ഷെയ്ഖിന് ഇത് എനിക്ക് കാണിച്ചു തരണമെന്ന്? അപ്പോഴാണ് ആ പണ്ഡിതൻ തിരിച്ചറിയുന്നത്, എനിക്കുള്ള മുറബ്ബിയായ ഷെയ്ഖായിട്ട് അള്ളാഹു കാണിച്ചു തന്നിരിക്കുന്നത് ഈ മനുഷ്യനെയാണ്. നോക്കണം, നാട്ടുകാരുടെ മുന്നിൽ യാതൊരു വിലയുമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പണ്ഡിത വേഷമോ അല്ലെങ്കിൽ ഒരു സൂഫിയായിട്ടോ അറിയപ്പെടാത്ത ആ മനുഷ്യൻ അള്ളാഹുവിന്റെ വലിയ സ്ഥാനം അർഹിച്ച ആളാണ്, വലിയ മുറബ്ബിയായ ഷെയ്ഖിന്റെ മഹത്വമുള്ള വ്യക്തിയാണ്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ആളുകളെ തിരിച്ചറിയാൻ അത് നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ വളരെ വ്യക്തമായി പരാമർശിച്ചത്, നമ്മൾ ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പോകരുത്, നമ്മൾ ഒരാളെയും വിലയിരുത്താൻ പോകരുത്. ഒരാളും മോശക്കാരനാണെന്നോ അദ്ദേഹം എന്താ അങ്ങനെയെന്നോ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഒരാളെ പറ്റിയും അങ്ങനെ ചിന്തിക്കരുത്. മറ്റൊരു ചരിത്രത്തിൽ കാണാം, ഇമാം ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി, അവർ വലിയ സൂഫിയാണ്. ഷഖീഖുൽ ബൽഖ് എന്ന് പറയുന്ന നാട്ടിലെ വലിയ സൂഫിയാണ്.
അവരൊരിക്കൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ കാണുന്നു. വളരെ മോശമായ വസ്ത്രമൊക്കെ ധരിച്ച്, അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത വസ്ത്രത്തിലൊക്കെ ധരിച്ച് ഒരു വഴിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അടുത്ത് ഇദ്ദേഹം നടന്നെത്തിയപ്പോ പറയുകയാണ് ആ മനുഷ്യൻ, ഓ ഷഖീഖുൽ ബൽഖി, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഇന്ന ബഅദ ഇസ്മുൻ, നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ അതുപോലും തെറ്റാണ് എന്ന ആയത്ത് നിങ്ങൾക്ക് അറിയുകയില്ലേ? എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നോക്കണം, ഈ മനുഷ്യൻ ആദ്യമായിട്ടാണ് ഷഖീഖുൽ ബൽഖി എന്നവരെ കാണുന്നത്. പൊടുന്നനെ പേര് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്ന, ഷഖീഖുൽ ബൽഖി എന്ന് പറയുന്ന മഹാൻ, അവർ മനസ്സിൽ കണ്ടിരുന്ന കാര്യത്തെ വ്യക്തമായി ഈ മനുഷ്യൻ പരാമർശിച്ചു. ആ കണ്ടിരുന്നത് മൂസൽ കാളിം എന്ന് പറയുന്ന വലിയ വലിയാണ്. അപ്പോ ജനങ്ങളെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകരുത് എന്നുള്ളതാണ്. അതായത് ഒരാളെ പറ്റിയും മോശമായത്, അദ്ദേഹം എൻ്റെ ഡ്രസ്സ് കുറച്ച് കുഴപ്പമില്ലാത്ത ഡ്രസ്സാണ്, ഇയാളെന്താ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് വന്നത്, എൻ്റെ ചെരുപ്പ് അത്യാവശ്യം കുഴപ്പമില്ല, ഇയാൾ എന്താണ് ഇങ്ങനത്തെ ഒരു ചെരുപ്പിട്ട് നടക്കുന്നത്, എൻ്റെ ഷൂ വളരെ കുഴപ്പമില്ല. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഈ ഉജ്ബ്, കിബ്ർ, ഇത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ നമ്മൾ വഴിയെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. അപ്പോ ഇപ്പൊ നമ്മൾ നോക്കുന്ന അടുത്ത ബൈത്ത്, വലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ്, മഹത്തുക്കൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ മാർഗമുണ്ട്. മഹത്തുക്കൾക്ക് ഓരോരുത്തർക്കും അവരുടേതായ മാർഗമുണ്ട്. ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ കിതാബുൽ ഹിക്കം, അതിൽ അവർ പറഞ്ഞു വെക്കുന്നുണ്ട്, അള്ളാഹു നിന്നെ ഒരവസ്ഥയിൽ നിർത്തുകയും നീ ആ അവസ്ഥയിൽ നിന്ന് പൊടുന്നനെ, നീ ആ അവസ്ഥയിൽ നിൽക്കെ തന്നെ നീ പൊടുന്നനെ മറ്റൊരവസ്ഥയിലേക്ക് മാറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മഹാപാതകമാണ്. എന്ന് വെച്ചാൽ, എനിക്ക് കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, അവരെ നോക്കേണ്ട ബാധ്യതയുണ്ട്. അതൊക്കെ നിലനിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഞാൻ കെട്ടും പെട്ടിയെടുത്ത് കാട്ടിലേക്ക് ഇബാദത്ത് ചെയ്യാൻ പോയാൽ ആ ഇബാദത്ത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മെ അള്ളാഹു ഏതവസ്ഥയിലാണോ നിലവിൽ ആക്കിയിട്ടുള്ളത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആവുക, നമ്മൾ നമ്മുടെ റോൾ അവിടെ നിർണ്ണയിക്കുക, അതനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, പരമാവധി നല്ല രൂപത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോ വലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ്, സൂഫിയാക്കളിൽ, ഓരോ മഹത്തുക്കളിൽ അവർക്കെല്ലാം അവരുടേതായ ഓരോ മാർഗങ്ങളുണ്ട്. എല്ലാവരും ഒരേ മാർഗത്തിലല്ല പോയത്. ചിലർ ജനങ്ങളെ സേവിക്കലായിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കരസ്ഥമാക്കിയ മഹാന്മാരുണ്ട്. നമ്മുടെ കേരളക്കരയിൽ തന്നെ കുണ്ടൂർ ഉസ്താദിനെ എല്ലാവർക്കും അറിയാം. ഇതിൽ കുണ്ടൂർ ഉസ്താദിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ ഇതില് ക്ലാസ്സില്? കുണ്ടൂർ ഉസ്താദ് എന്ന് കേൾക്കെങ്കിലും ചെയ്യാത്ത ആരുണ്ടോ? ഓക്കെ. കുണ്ടൂർ ഉസ്താദ് എന്ന് പറയുമ്പോ അവര് വളരെ ജനകീയനായി ജീവിച്ച മനുഷ്യനാണ്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് ജീവിച്ച മനുഷ്യനാണ്. അവരെ പറ്റി ഒരിക്കൽ പറയുന്നത് കേട്ടത് ഞാൻ നേരിട്ടിട്ട് ജീവിതത്തിൽ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അവരെ പറ്റി പറയുന്നത്, റോഡ് പൊട്ടി അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം വന്നാൽ, റോഡ് നാശമായി കഴിഞ്ഞാൽ കൈക്കോട്ടും അതുപോലെ തന്നെ കൊട്ടയും എടുത്ത് ചെന്ന് മണ്ണ് വാരി അവിടെ ഇട്ടുകൊണ്ട് റോഡിന്റെ ഗ്യാപ്പുകൾ അടക്കുമായിരുന്നു അവര് സ്വന്തം. അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ മനസ്സിലാക്കണം. അവർ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ്. വലികുല്ലി വാഹിദിഹിം ത്വരീഖുൻ മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസില, അങ്ങനെ അവരത് തിരഞ്ഞെടുക്കും. അങ്ങനെ അതുവഴി അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. ഇഷ്ടമുള്ള ത്വരീഖ് സ്വീകരിക്കും, അതുവഴി അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. അപ്പോ എല്ലാവരും ഒരേ വഴി തന്നെ തിരഞ്ഞെടുക്കണം എന്ന് പറയാൻ പാടില്ല. കുറച്ചാളുകള് പിന്നെ നല്ലോണം കിതാബ് ഓതണം, അങ്ങനെ വലിയ പണ്ഡിതന്മാരായിക്കൊണ്ട് ഗ്രന്ഥരചനയിൽ മുഴുകിക്കൊണ്ട് അങ്ങനെ ഇസ്ലാമിക ലോകത്തെ അവരുടെ സേവനം അവര് പൂർത്തിയാക്കണം. മറ്റു ചിലർ ധാരാളമായി സ്ഥാപനം നിർമ്മിക്കണം, ചിലർ പിരിവിന് പോയിട്ട് സ്ഥാപനങ്ങളെ വളർത്തണം, അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ട് സ്ഥാപനത്തെ വളർത്താൻ വേണ്ടി അതിനുവേണ്ടി ഒരു വിഭാഗം നിൽക്കണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ,
യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, വിശുദ്ധ ഖുർആനാണ്. വൽതകും മിൻകും ഉമ്മത്ത്, നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവണം, എല്ലാവരും ആവണം എന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, പ്രബോധകരായിക്കൊണ്ട്, പണ്ഡിതന്മാരായിക്കൊണ്ട്, ദായികളായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിൽ വേണം. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവരുടെ ഡ്യൂട്ടി എന്താ? ജനങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുക.